വയനാട് വടക്കനാട് മേഖലയിൽ ഭീതി പരത്തിയ ആന മുട്ടിക്കൊമ്പനെ മയക്ക് വെടിവെച്ചെങ്കിലും ദൌത്യം പരാജയപ്പെട്ടു. ആന വീണ്ടും കാട് കയറി. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതിനാൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കല്ലൂർക്കുന്ന് ഭാഗത്ത് നിന്നാണ് ആനയെ മയക്ക് വെടിവെച്ചത്. രാവിലെ 5 മണിയോടെയായിരുന്നു ദൌത്യം ആരംഭിച്ചത്. ഇന്നത്തെ ദൌത്യം പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാളെ ദൌത്യം പുനരാരംഭിക്കും. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചെങ്കിലും അത് കാട്ടിലേക്ക്, ഒരുപക്ഷെ ദീർഘദൂരത്തിൽ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണോ, അല്ലെങ്കിൽ മുട്ടിക്കൊമ്പനായിട്ടുള്ള തിരച്ചിൽ എന്തെങ്കിലും നടന്നിരുന്നോ? ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മയക്കുവെടി വെച്ചു. ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് ഇന്നത്തെ ദൌത്യം ആരംഭിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി പ്രദേശത്തെ ഭീതി പരത്തുകയായിരുന്നു ഈ കൊമ്പൻ. അതിനിടയിൽ ഒരാൾക്ക് ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഈ മയക്കുവെടി വെക്കുന്ന ഒരു ദൌത്യം വനംവകുപ്പ് കടന്നത്. ആദ്യ മയക്കുവെടി വെക്കുകയും ചെയ്തു. പക്ഷേ മയക്കുവെടി വെച്ചതിന് ശേഷം ആന കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോയതാണ് ഇപ്പോൾ ദൌത്യം പരാജയമായിരിക്കുന്നത്. കാരണം പിന്നീട് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ദൌത്യം ഉപേക്ഷിക്കാൻ, ഇന്നത്തെ ദൌത്യം നിർത്തിവെക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത്. നാളെ വീണ്ടും ദൌത്യം പുനരാരംഭിക്കും. ഈ ആന സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആന തിരിച്ചു വരാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് വനംവകുപ്പിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൌത്യം വീണ്ടും നാളെ പുനരാരംഭിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല. നിരവധി തവണ ഈ ജനവാസ മേഖലയിൽ വടക്കനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഭീതി പരത്തിയ ഒരു കാട്ടാനയാണ്. നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ച ആന, ഒരാളുടെ ജീവൻ എടുത്ത ആന. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്നതിലേക്കൊക്കെ തന്നെ വനംവകുപ്പ് കടന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് ഇപ്പൊ ആന ഉൾക്കാട്ടിലേക്ക് പോയതോടെ വീണ്ടും ദൌത്യം പുനരാരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുങ്കിയാനകൾ ഉൾപ്പെടെ പ്രദേശത്ത് എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൌത്യത്തിലേക്കാണ് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോ ആന തിരിച്ച് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആന ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് നിരീക്ഷിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് നോക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ വീക്ഷണങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.